റിപ്പോർട്ടർ ചാനൽ സാജിൻ സക്രിയയുടെ മറുനാടൻ മലയാളി എന്ന ചാനലിന് പഠിക്കുന്നുണ്ടോ എന്നൊരു സംശയം. എല്ലാ സ്ഥലങ്ങളിലും കണ്ണു നട്ട് ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തൻ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ എത്ര നന്മയുള്ള സ്ഥലങ്ങളിലും അവിടെ ചോര കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നോക്കി നടക്കാൻ വേണ്ടി മാത്രം കണ്ണട വെച്ച് നടക്കുന്ന ടീമാണ് ഈ ഒരു റിപ്പോർട്ടർ ചാനൽ. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ പുതിയൊരു വാർത്തയിൽ വന്നത് മുസ്തഫൽ ഫൈസി എന്ന് പറയുന്ന ആള് സമസ്ത സ്വീകരിച്ചിരുത്തി, സമസ്ത മുഷാവറ മെമ്പറാക്കി മാറ്റി, പിന്നെ അങ്ങനെ ഇങ്ങനെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി അധ്യാപകനാക്കി മാറ്റി എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരിക്കലും മുസ്തഫൽ ഫൈസി വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല ആ സംഭവം. പോട്ടെ, ഈ സംഭവം തീരുമാനിക്കേണ്ടത് ഷെയ്ഖുന സുൽത്താനുലുമല്ലേ. സുൽത്താനുലുമ വരെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് അപ്പോഴേക്ക് റിപ്പോർട്ടർ ചാനലിന് മർക്കസിൽ നിന്ന് ഔദ്യോഗികമായി ലെറ്റർ കൊടുത്ത് വിളിച്ചു പറഞ്ഞ പോലെ അങ്ങോട്ട് വിടനെ. ഈ സമയത്തിനിടയിൽ ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിടുക. ഒരു സംഗതി വിവാദം ഉണ്ടാക്കി വിട്ടിട്ട് ജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടർ ചാനൽ മർക്കസ് നോളജ് സിറ്റി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മർക്കസിലേക്ക് കയറി വന്ന പ്രമുഖരെയൊക്കെ റിപ്പോർട്ടർ ചാനൽ ഇவ்விധമാണ് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആരൊക്കെയാണ് അവിടെ കടന്നു വന്നിട്ടുള്ളത്? അവരെയൊക്കെ മർക്കസിലെ പ്രധാന അധ്യാപകരാക്കുന്നതിലും അല്ലെങ്കിൽ മർക്കസിൻ്റെ ഭാരവാഹിത്വം ചാർത്തുന്നതിലും എത്രത്തോളം തിടുക്കം കാണിക്കുമായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു പ്രവർത്തനം കാണുമ്പോൾ നാരദനെയാണ് ഓർമ്മ വരുന്നത്. രണ്ട് വിഭാഗത്തിനെ പിരികേറ്റി അവർ തമ്മിൽ അടി കൂടുന്നത് കണ്ട് ഇപ്പുറത്ത് നിന്ന് ചിരിക്കുന്നൊരു സ്വഭാവം. ആ ഒരു സ്വഭാവത്തെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു പ്രവണത കാണുമ്പോൾ മനസ്സിലാകുന്നത്. മുസ്തഫൽ ഫൈസി പോലും അറിയാത്തൊരു സംഭവം, അല്ലെങ്കിൽ മറ്റേ സമസ്ത പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ സംഭവം. ഇതിനെ എന്തെങ്കിലും ഒരു ഭീമമായൊരു ഒരു 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 കാര്യമാക്കി മാറ്റാൻ ഉള്ള ശ്രമം കാണുമ്പോൾ സാജൻ സക്രിയയ്ക്ക് പഠിക്കുക എന്ന് തന്നെ പറയാൻ തോന്നുന്നു.